നിങ്ങൾക്ക് ഒരു കാരണമില്ലാതെ ക്ഷീണം തോന്നുക, ശരീരത്തെ ഓരോ ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ വയറിൽ ബ്ലോട്ടിംഗ് ഉണ്ടാവുക, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മേ ബി അതിന് കാരണം നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആയിരിക്കും. അതിന്റെ കാരണം നിങ്ങൾ എടുക്കുന്ന ഡയറ്റ് ആയിരിക്കും. ഇൻഫ്ലമേഷൻ എപ്പോഴും ഒരു മോശപ്പെട്ട അവസ്ഥയല്ല. അത് നമ്മുടെ ബോഡിയിൽ ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്തൊക്കെ രൂപപ്പെടുന്ന ഒരു അവസ്ഥ. പക്ഷെ ഈ ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഒരു ടു ലോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രോണിക് ഇൻഫ്ലമേഷൻ ആയിട്ട് മാറും. അത് നമ്മുടെ ബോഡിയെ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാം, അതുപോലെ ബ്ലോട്ടിംഗ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കും, അതുപോലെ സ്കിൻ പ്രോബ്ലംസ്, ആക്നെ ഒക്കെ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അമിതമായിട്ടുള്ള ക്ഷീണം, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഇൻഫ്ലമേഷൻ വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡയറ്റ് ആണ്. അതായത് കൂടുതലായിട്ട് പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കുക, ഷുഗറി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ പാക്ഡ് ഫുഡ്സ്, കാൻഡ് ഫുഡ്സ്, അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ അധികമായിട്ട് വരും. അപ്പൊ ഇതിന് കുറയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻഫ്ലമേഷൻ സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ പല നിറത്തിലുള്ളത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതുപോലെ ഹെൽത്തി ഫാറ്റ്സ്, നട്ട്സ്, സീഡ്സ്, ഒലീവ് ഓയിൽ, ഫിഷസ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫ്ലമേഷൻ സ്റ്റേറ്റ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സിനെ സ്വാപ്പ് ചെയ്തിട്ട് ഹെൽത്തി ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഫ്ലമേഷൻ സ്റ്റേറ്റിൽ നിന്ന് മാറി നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും.